അവകാശവാദം ഉന്നയിക്കുകയാണ് അടൂർ പ്രകാശ്. നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട കാര്യം തന്നെയാണ്. അവകാശവാദവുമായി അടൂർ പ്രകാശും രംഗത്ത് വരുന്നു. കെ സുധാകരന് നേതൃത്വം വഴങ്ങുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നു അടൂർ പ്രകാശ്. കോന്നിയിൽ തന്നെയും പരിഗണിക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയാണ്. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, ഇനി കാണാൻ പോകുന്നത് അടൂർ പ്രകാശിന്റെ സമ്മർദ്ദം. റോഷിനി, ഇപ്പോൾ അടൂർ പ്രകാശ് മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. കോന്നിയിൽ തനിക്ക് സീറ്റ് വേണം എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഹൈക്കമാൻഡിനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡിനോട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. എന്താണെങ്കിലും കോന്നിയിൽ തന്നെയും പരിഗണിക്കണം. നേരത്തെ കോന്നി MLA ആയിരുന്നു അടൂർ പ്രകാശ്. അവിടെ നിന്ന് മന്ത്രിയായ ആളാണ് ജയിച്ചത്. അങ്ങനെ കോന്നി MLA ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തോട് നേരത്തെ ഇവിടെ ആറ്റിങ്ങിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുന്നത്. അതിന് പിന്നാലെ ആറ്റിങ്ങിൽ മത്സരിക്കുകയായിരുന്നു. അന്ന് മുതൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോകാൻ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു. പല MPമാർക്കും ആ ആഗ്രഹം ഇപ്പോഴുമുണ്ട്. പക്ഷേ അടൂർ പ്രകാശിനോട് ഇത്തവണ പാർട്ടി എന്താണെങ്കിലും അതിനോട് കെ സുധാകരനോട് സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. തൽക്കാലം ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കൂ, MP ആയിട്ട് നിൽക്കൂ, മത്സരിക്കേണ്ടതില്ല എന്നാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ കെ സുധാകരന് ഇളവ് നൽകുന്നു എന്നറിഞ്ഞപ്പോൾ അടൂർ പ്രകാശും രംഗത്തേക്ക് വരികയാണ്. പക്ഷേ ഇത് എത്രത്തോളം സമ്മർദ്ദം ഇതിലുണ്ടാക്കും എന്ന സംശയങ്ങളുണ്ട്. കാരണം കെ സുധാകരന്റെ സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ് കെ സുധാകരന് വേണ്ടി അണികളും പ്രവർത്തകരും എന്തെല്ലാമാണ് ചെയ്തതെന്ന്. അത്തരത്തിലുള്ള സാഹചര്യം, അത്തരത്തിലുള്ള ക്രൗഡ് പുള്ളിംഗ് പശ്ചാത്തലം എന്താണെങ്കിലും ഇപ്പോൾ അടൂർ പ്രകാശിന് ഇല്ല എന്ന നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ അടൂർ പ്രകാശ് സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തയില്ല. അപ്പോഴും കോന്നി സീറ്റിൽ ഇപ്പോഴും സ്ഥാനത്തെ പ്രഖ്യാപിച്ചിട്ടില്ല. കോന്നിയിൽ ഇപ്പോഴും ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. സതീഷ് കൊച്ചുപറമ്പിന്റെ പേര്, അവിടുത്തെ DCC അധ്യക്ഷനാണ് പത്തനംതിട്ട, അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇതിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ നിലവിൽ ഇപ്പോൾ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടൂർ പ്രകാശ് സമ്മർദ്ദം ചെലുത്തുന്നത്. പക്ഷേ ഒരു അനുകൂല തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കെ സുധാകരനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സംസ്ഥാനത്തെ AK ആന്റണി അടക്കമുള്ള നേതാക്കൾ നേരിട്ട് സംസാരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുമായി അത്തരത്തിൽ കെ സുധാകരനെ പരിഗണിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. അത് കെ സുധാകരന്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളുടെ പിൻബലം, അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ സാഹചര്യം അത് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കോന്നിയിൽ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഇല്ല എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ കോന്നി അടൂർ പ്രകാശ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും അടൂർ പ്രകാശ് സമ്മർദ്ദം ശക്തമാക്കിയാണ്. തനിക്ക് കോന്നിയിൽ മത്സരിക്കാൻ അവസരം വേണം. തന്റെ മണ്ഡലമാണ് കോന്നി. താൻ മുൻപ് MLA ആയിരുന്ന മണ്ഡലമാണ്. പലതവണ താൻ അവിടെ വിജയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും തനിക്ക് അതിൽ ക്ലെയിം ഉണ്ട് എന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശ് ഇപ്പോൾ ഹൈക്കമാൻഡിനോട് ആ മണ്ഡലം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റോഷ്നി, പക്ഷേ നോക്കൂ, നമ്മൾ നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്. പിന്നെ ആ പോസ്റ്റ് മാഞ്ഞു പോവുകയും ചെയ്തു. അതായത് ഈ ഹൈക്കമാൻഡ് സുധാകരന്റെ കാര്യത്തിലോ MPമാർ മത്സരിക്കുന്ന കാര്യത്തിലോ നിലപാട് മാറ്റില്ലെന്ന് കരുതി താൻ മത്സരിക്കില്ലെന്ന് വൈകാരികമായി പോസ്റ്റ് ഇട്ടിരുന്നു അടൂർ പ്രകാശ് നേരത്തെ. പക്ഷേ സുധാകരന് മുന്നിൽ നേതൃത്വം വഴങ്ങുന്നതാണല്ലോ നോബൽ പിന്നീട് കണ്ടത്. അതോടുകൂടി ആ പോസ്റ്റ് കാണാതായി. അത് പിൻവലിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. അപ്പോൾ സുധാകരൻ അയയുമ്പോൾ അടൂർ പ്രകാശ് കൂടുതൽ മുറുകി. അതാണ് നിലവിൽ കാണുന്ന കാഴ്ച. പക്ഷേ ഹൈക്കമാൻഡ് ആകെ പെട്ടുപോകുമല്ലോ നോബൽ. ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഇത്തരം മത്സര മോഹങ്ങൾക്ക് മുന്നിൽ ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം? അത് അടൂർ പ്രകാശിന് വേണ്ടി വഴങ്ങില്ല എന്ന് തന്നെ കരുതുക. അപ്പോഴും സുധാകരന് മാത്രമായൊരു ഇളവ്, അതിന് എന്ത് വിശദീകരണമായിരിക്കും ഈ MPമാർക്കൊക്കെ നൽകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതല്ലേ നോബൽ? തീർച്ചയായും MPമാർ ഇങ്ങനെ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് വലിയ തരത്തിൽ ഹൈക്കമാൻഡ് ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കാരണം കേരളത്തിൽ നമ്മൾ ഈ പട്ടിക നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ ഇന്നിപ്പോൾ MP ആണ്. അതോടൊപ്പം തന്നെ കെ സുധാകരൻ MP ആണ്. ഒപ്പം അടൂർ പ്രകാശ് MP ആണ്. ഇവരൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശോഭിച്ചിരുന്ന ആളുകളാണ്, MLAമാരായിരുന്ന ആളുകളാണ്. ഇവർക്ക് താല്പര്യം സംസ്ഥാന രാഷ്ട്രീയം തന്നെ. പക്ഷേ പാർട്ടിക്ക്, കോൺഗ്രസിന് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ, പ്രത്യേകിച്ച് BJPക്ക് എതിരെ ശക്തമായ പോരാട്ടം, ഏറ്റവും അധികം സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനം തെക്കേന്ത്യ സംസ്ഥാനമാണെന്ന് കോൺഗ്രസിന് അറിയാമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇവരുടെയൊക്കെ ജനപങ്കാളിത്തവും പിന്തുണയും കണ്ടുകൊണ്ട് ഇവരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചത്. നേരത്തെ ഷാഫി പറമ്പിൽ അദ്ദേഹമാണെങ്കിൽ നമുക്കറിയാം പാലക്കാട് MLA ആയിരുന്നു. അടൂർ പ്രകാശ് കോന്നിയിലെ MLA ആയിരുന്നു. കെ സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അവരുടെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാധാന്യം കുറഞ്ഞതടക്കമുള്ള വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് അധികാരത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം അത് കളയാൻ MPമാർ തയ്യാറല്ല. ഇപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള ആളുകളും സമാനമായ ആഗ്രഹം നേരത്തെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും കെ സുധാകരൻ മത്സരിക്കാനുള്ള സമ്മർദ്ദം ശക്തമാക്കുകയും
കെ സുധാകരനെ മത്സരിപ്പിക്കാൻ തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കൂടുതൽ എംപിമാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഇതൊട്ടും ഗുണകരമല്ല. എന്താണെങ്കിലും വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വെല്ലുവിളികൾ, അത് പാർട്ടിക്ക് അകത്തു നിന്നാണ് ഏറ്റവും അധികം വെല്ലുവിളികൾ ഉയർന്നിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. അത് പരിഹരിക്കാൻ നേതൃത്വം ഏത് തരത്തിൽ ഇടപെടൽ നടത്തുമെന്ന ആശങ്ക, അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ അതായത്